യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാടെടുക്കാൻ തുനിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ എ ഗ്രൂപ്പ്. പുതിയ സംസ്ഥാന കമ്മിറ്റിയോട് സഹകരിക്കില്ല എന്നാണ് സൂചന. പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കെ.എം. അഭിജിത്തിനെ അധ്യക്ഷനാക്കിയതിൽ എ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തിയുള്ളതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ഒ.ജെ. ജനീഷിനോട് എതിർപ്പില്ലെങ്കിലും ജാതി സമവാക്യങ്ങളുടെ പേരിൽ ഒ.ജെ. ജനീഷിനെ അധ്യക്ഷനാക്കാതിരുന്നുവെങ്കിൽ മുൻപ് എന്തിനാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നാണ് ഗ്രൂപ്പുകൾ ചോദിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനായി ഒ.ജെ. ജനീഷിനെ അംഗീകരിക്കുന്നുവെങ്കിലും ബിനു ചുള്ളിയേലിനെ അംഗീകരിക്കില്ല എന്നാണ് എ ഗ്രൂപ്പിന്റെ നിലപാട്. യൂത്ത് കോൺഗ്രസിൽ ഇതുവരെ ഇല്ലാതിരുന്ന വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം എന്തിനാണെന്നും അത് അംഗീകരിക്കാനാകില്ല എന്നുമാണ് ഗ്രൂപ്പുകളുടെ നിലപാട്. ബിനു ചുള്ളിയേൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്തയാളാണെന്ന് ഉയർത്തിക്കാട്ടിയാണ് എ ഗ്രൂപ്പ് എതിർപ്പറിയിച്ചിരിക്കുന്നത്. ഈ ഒരു നിർണായക സമയത്ത് പാർട്ടിക്കുള്ളിൽ ഒരു പൊട്ടിത്തെറിയുണ്ടാകാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അത് ബാധിച്ചേക്കുമെന്നതിനാൽ തന്നെയാണ് ജാഗ്രതയോടെ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം വോട്ട് ലഭിച്ച ആളെന്ന നിലയിൽ അബിൻ വർക്കി അടുത്ത പ്രസിഡന്റ് ആയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. അബിൻ വർക്കിയെ അധ്യക്ഷനാകാത്തത് ഐ ഗ്രൂപ്പിനേറ്റ വലിയ പ്രഹരമാണ്. സംഘടനയുടെ കേന്ദ്ര സെക്രട്ടറി സ്ഥാനം അബിൻ ഏറ്റെടുക്കാതിരിക്കുകയും സാധാരണ അംഗമായി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ അബിൻ വർക്കിയെ ഒഴിവാക്കിയത് നീതികേടാണ് എന്നതാണ് ഐ ഗ്രൂപ്പിന്റെ പരാതി. സംഘടനാ തെരഞ്ഞെടുപ്പിനെ നോക്കുകുത്തിയാക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കണമായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കാണ് ഐ ഗ്രൂപ്പ് പരാതി നൽകിയത്. എന്നാൽ നിലവിൽ വിഷയത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്നാണ് ഐ ഗ്രൂപ്പിന്റെ ധാരണ. പരസ്യ പ്രതികരണം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പാർട്ടി വേദികളിൽ പരാതി അറിയിക്കുവാനും തീരുമാനമുണ്ട്. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല നേതാക്കളുമായി കൂടിയാലോചന നടത്തിയെന്നാണ് വിവരം. ഹൈക്കമാൻഡ് നിലപാടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഐ ഗ്രൂപ്പ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും പരാതി നൽകാനാണ് നിലവിൽ ഐ ഗ്രൂപ്പിന്റെ തീരുമാനം.